അപ്പം എന്തൊക്കെയുണ്ട് മക്കളെ എല്ലാവരും വിശേഷങ്ങൾ? എൻ്റെ അടുപ്പ് പൊളിഞ്ഞിക്കണു കേട്ടോ. തീ കൂട്ടുമ്പോൾ കുറേ ഞാൻ വിചാരിക്കണു തേമ്പണം എന്ന് വിചാരിക്കണു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വെണ്ണൂറൊക്കെ കോരി എടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് നനച്ചെടുത്തിക്കുകയാണ് കേട്ടോ. സൈഡിലത്തെ എല്ലാതും ഫുള്ളും ഒക്കെ അടർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൻ്റെ മുകളിലാണ് തീ കൂട്ടിക്കണത് കേട്ടോ. അപ്പോൾ അടുപ്പിൽ വെള്ളം ഒഴിച്ചിട്ടിക്കുകയാണ്. ഇനി അടുത്ത പരിപാടി കൂട്ടാൻ വെക്കാനുള്ളതാണ് കേട്ടോ. നല്ല നാടൻ മുരിങ്ങക്കായാണ് കേട്ടോ. അപ്പുറത്ത് വീട്ടിൽ താത്ത തന്നതാണ്. പിന്നെ ഇതെന്താ പടവലങ്ങ ചിരങ്ങ എന്താ പറയുക അത് കേട്ടോ. അത് ഉപ്പേരി വെക്കണം, ഇത് കറിയും വെക്കണം കേട്ടോ. മുരിങ്ങക്കായും പരിപ്പുമാണ് കറി വെക്കണത് കേട്ടോ. ഇത് ഉപ്പേരി. ഇതിൽ പരിപ്പ് ഇട്ടിട്ടാണ് കേട്ടോ വെക്കണത്. കറണ്ടില്ല മക്കളെ, രാവിലെ പോയ കറണ്ടാണ്. ഇത് പരിപ്പാണ് കേട്ടോ, രണ്ടിൽക്കും കൂടിയിട്ടാണ് പരിപ്പ്. കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പരിപ്പ് എന്തൊക്കെ വെക്കുമ്പോൾ അതിൽ തക്കാളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഉപ്പേരി വേവാറായിട്ടോ. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും അടുപ്പിൻ്റെ അടുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. സിമൻറ്റ് ഒന്ന് കുറുക്കിയിട്ട് നല്ല ഇതാക്കിയിട്ട് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഓരോ പണി ചെയ്യും, അതിനവിടെ ഇടും. അതിൻ്റെ ഇടയിൽ പിന്നെ വീണ്ടും കുക്ക് ചെയ്യാൻ പോകും. ഇത് വെള്ളം എടുക്കുകയാണ്, ഇത് കലക്കാൻ കേട്ടോ. പാറപ്പൊടിയും പിന്നെ സിമെൻറ്റും കൂട്ടിയിട്ട് കുഴക്കുകയാണ് കേട്ടോ. അത് വെള്ളം ഒഴിച്ചിട്ട് കൂട്ടി കുഴച്ചിട്ട് തേച്ച് വിടാനാണ് കേട്ടോ. അടുപ്പ് അറിയൊന്നുമില്ല, അറിയണ പോലെ ചെയ്യാണ് കേട്ടോ. എന്നാലും നമുക്ക് അറിയണ പോലെ നമ്മൾ ചെയ്യുക. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിരിക്കണത്. അങ്ങനെ പഠിച്ച് ശരിയാവും. എല്ലാതിപ്പോൾ നമ്മൾ പഠിച്ചിട്ടല്ലല്ലോ വരുന്നതില്ലേ. അങ്ങനെ വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. വെള്ളം കൂടിയോന്നൊരു ഡൗട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് വെച്ച് ഞാൻ തേമ്പി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ അവിടെ ഇരിക്കട്ടെ. ഞാനപ്പത്തിന് വീണ്ടും അടുക്കളയ്ക്ക് തന്നെ വന്നു കേട്ടോ. കറി തിളക്കുന്നുണ്ട്. ഉണക്കലാണ് കേട്ടോ പൊരിക്കാൻ. മുരിങ്ങക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുരിങ്ങക്കായ ഓവർ വേവരുത് കേട്ടോ. ഓവർ വെന്താൽ അതൊക്കെ പൊടിഞ്ഞ് കലങ്ങിപ്പോവും. അപ്പോൾ ഉപ്പേരിയിൽ പരിപ്പിട്ടിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഉപ്പേരി നമുക്ക് തൂമിക്കണം. പക്ഷേ മുരിങ്ങക്കായയിലേക്ക് തേങ്ങ അരക്കണം കേട്ടോ. പക്ഷേ കറണ്ടില്ല, എന്നാലും ഞാൻ അരക്കണം. പിന്നെ ഉപ്പേരിയിലേക്കുള്ളതാട്ടോ ഉള്ളി ഇതൊക്കെ. പൂച്ചകളിന്ന് മീനില്ലല്ലോ വെച്ചിട്ട് ദുഃഖിച്ചിട്ടിരിക്കുക കേട്ടോ. മറ്റേത് ഞാൻ മീൻ കവർ പൊട്ടിക്കുമ്പോഴത്തേന് അവർ ഓടി വരുവേ. അപ്പോൾ ഉള്ളി മൂത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വെന്ത ഉപ്പേരീനെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ മക്കളെ നോമ്പായില്ലേ നാളെ മുതൽ. അപ്പം ഇനി നമുക്ക് ഉച്ചക്കത്തെ ഫുഡിൻ്റെ ഇനി എന്തായാലും എൻ്റെ വീഡിയോയിൽ ഉണ്ടാവില്ല കേട്ടോ. ഇനി നമുക്ക് നോമ്പറക്കുമ്പോഴത്തേനുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ ഉണ്ടാകുക. ഒരു മാസത്തിന് ഇനി ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാവില്ല കേട്ടോ. എല്ലാവരും ഒരുക്കങ്ങളൊക്കെ ഒരുങ്ങിയില്ലേ നോമ്പിനുള്ളത്. ഇതാട്ടോ അടുപ്പിനെ ഈ വിധത്തിൽ സെറ്റപ്പ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. വലിയ വൃത്തിയായിട്ടൊന്നുമില്ല, എന്നാലും എനിക്ക് പറ്റണ പോലെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുപ്പിൽ ചോറ് അടുപ്പത്തിട്ടതാണ്. ചോറ് വെക്കാൻ അത് കാരണം വഴുകി. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞ് തേങ്ങ ഒരു വിധത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അരഞ്ഞിട്ടൊന്നുമില്ല, കറണ്ടില്ലാത്ത കാരണം അരച്ച് എടുത്തതാണ്. മിക്സിയിൽ അരക്കുമ്പോൾ നമുക്കത് അറിയില്ലല്ലോ. അങ്ങനെ ഒരു വിധത്തിൽ അതിനെ അരച്ചെടുത്ത് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പേരി ഇതാ റെഡി ആയിക്കണം കേട്ടോ. പിന്നെ ഇനി ഉണക്കൽ പൊരിക്കുകയാണ് കേട്ടോ. വലിയ ക്ലിയറൊന്നും ഉണ്ടാവില്ല, ലൈറ്റ് ഇല്ലാത്ത കാരണം മൊബൈലിൻ്റെ ലൈറ്റ് വെച്ചിട്ടാണ് എടുക്കണത് കേട്ടോ. ഇത് ചപ്പാത്തി ഉണ്ടാക്കണം. ചപ്പാത്തിയിലേക്കുള്ള വെള്ളമാണ് കേട്ടോ തിളക്കണത്. ഇതുണ്ടോ ചപ്പാത്തി കുഴച്ചെടുക്കണം വൈകുന്നേരത്തേക്കുള്ളത് കേട്ടോ. പിന്നെ ചപ്പാത്തി കുഴക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 4 മണിക്ക് പണിക്കാരൊക്കെ ഉണ്ട്. പെയിൻറ്റ് പണിക്കാരനെ പോരിക്ക് കടി ഉണ്ടാക്കണം. എന്തെങ്കിലും കടി അവർക്ക് കൊടുക്കണ്ടേ. അപ്പോൾ ചപ്പാത്തിനെ കുഴച്ചെടുത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അട ഉണ്ടാക്കണം കേട്ടോ. അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗോതമ്പ് പൊടിയും പിന്നെ റവയും കൂടിയിട്ടാട്ടോ ഞാൻ അട ഉണ്ടാക്കുന്നത്. റവ പാത്രത്തിൽ പൊട്ടിച്ചിടാനുള്ള ടൈം കിട്ടിയിട്ടില്ല. ഇനി അത് പൊട്ടിച്ചിടണം. അപ്പോൾ അങ്ങനെ തോനെ റവയൊന്നും വേണ്ട, എന്നാലും ഞാൻ എൻ്റെ കയ്യിലൊരു 3 കൈ ഇങ്ങനെ വാരിയിട്ടിട്ടുണ്ട് കേട്ടോ. അത് കുറച്ച് ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് ചൂടുവെള്ളത്തിൽ തന്നെ കേട്ടോ കുഴച്ചെടുക്കണത്. ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ എല്ലാവരൊക്കെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമല്ലേ?
പിന്നെ അങ്ങനെ ഞാൻ വാഴൻ്റെ ഇല പൊട്ടിക്കാൻ പോയി നോക്കുമ്പോഴാണ് കേട്ടോ ഇതിലൊരു പഴം പഴുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ പൊട്ടിക്കാൻ നോക്കുകയാണ്. അങ്ങനെ തോട്ടി ഞാൻ എടുക്കാൻ പോയി. വാഴൻ്റെ ഇല കണ്ട പൊട്ടിച്ച് അങ്ങനെ തോട്ടി തപ്പി പിടിച്ചിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് ആ പഴത്തിനെ പറിച്ചെടുക്കുകയാണ് ഞാൻ. എത്ര വേഗമാണല്ലേ മക്കളെ ഒരു കൊല്ലം പോയത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഈ സമയത്ത് ഞങ്ങളുടെ അമ്മക്ക് വയ്യാതായിട്ട് ഞങ്ങൾ മെഡിക്കൽ കോളേജിലായിട്ടും വീട്ടിലായിട്ടും അങ്ങനെ കയറി നടക്കായിരുന്നു. ഈ നോമ്പ് 14 വന്നു കഴിഞ്ഞാൽ അമ്മ മരിച്ചിട്ട് ഒരു കൊല്ലമായിട്ടാവും. എന്താ ചെയ്യുക, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നോമ്പിനുണ്ടായിരുന്നു. പിന്നെ അടക്കുള്ളതാണ് കേട്ടോ ഇത്. ഇപ്പം അത്രയൊക്കെ ഉള്ളൂ. ഞാൻ അടുത്ത വീഡിയോയിൽ വരാം.